ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് ലോകം മുഴുവൻ വിശ്വസിച്ചിരുന്ന ഒരു രാജ്യം. വിശപ്പടക്കാൻ വേണ്ടി മരങ്ങളുടെ തൊലി വരെ പറിച്ചു തിന്നിരുന്ന മനുഷ്യരുണ്ടായിരുന്നൊരു സ്ഥലം. ആ രാജ്യത്തെ ഭരണാധികാരി അല്ലെങ്കിൽ ഭരണം പിടിച്ചെടുത്ത ആളെടുത്ത ഒരൊറ്റ തീരുമാനത്തിൻ്റെ പേരിൽ വെറും 10 വർഷത്തിനുള്ളിൽ അവിടെ വിശന്നു മരിച്ചത് 1.5 മുതൽ 5 കോടി ആളുകളാണ്. അതായത് ലോകത്ത് ഇന്ന് വരെ മനുഷ്യർ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും വലിയ ക്ഷാമം. അവിടുത്തെ ഒരു ശരാശരി മനുഷ്യൻ്റെ ഒരു ദിവസത്തെ വരുമാനം വെറും $1 താഴെയാണ്. അന്ന് ആ വലിയ രാജ്യത്തിൻ്റെ മൊത്തം സമ്പദ് വ്യവസ്ഥ എടുത്തു നോക്കിയാൽ യൂറോപ്പിലെ കുഞ്ഞു രാജ്യമായ ബെൽജിയത്തേക്കാൾ ചെറുതായിരുന്നു അത്. കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന സാധാരണക്കാരോട് അവരുടെ പണിയായുധങ്ങൾ മുഴുവൻ ഉരുക്കി ഇരുമ്പാക്കാൻ ഗവൺമെൻറ് ഉത്തരവിടുന്നു. വീടിന് പുറകിൽ ചെറിയ ചൂളകൾ ഉണ്ടാക്കി സ്വന്തം കലപ്പയും പിക്കാസും വരെ അവർക്ക് ഉരുക്കേണ്ടതായിട്ട് വന്നു. ഇത്രയും ഗതികെട്ട ഒരവസ്ഥയിൽ നിന്നാണ് ആ രാജ്യം യാത്ര തുടങ്ങുന്നത്. ഇനി അവിടെ നിന്ന് കൃത്യം 40 വർഷങ്ങൾക്ക് ശേഷമുള്ള അതേ രാജ്യത്തിൻ്റെ അവസ്ഥയൊന്ന് ആലോചിക്കാം. ഇന്ന് ലോകത്ത് ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും കൂടി നിർമ്മിക്കുന്നതിനേക്കാൾ കൂടുതൽ വമ്പൻ കെട്ടിടങ്ങൾ അഥവാ സ്കൈ ക്രേപ്പറുകൾ അവർ ഓരോ വർഷവും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തൊട്ടു പിന്നിലുള്ള 10 രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്റ്റീൽ അവർ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട്. അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും കൂടുതൽ കടപ്പത്രങ്ങൾ അതായത് ഡെപ്റ്റ് വാങ്ങി വെച്ചിരിക്കുന്നതും ഈ വിദേശ രാജ്യമാണ്, ഏഷ്യൻ രാജ്യമാണ്. അവർ സ്വന്തമായി ബഹിരാകാശത്ത് ഒരു സ്പേസ് സ്റ്റേഷൻ വരെ ഉണ്ടാക്കി. യൂറോപ്പിലെ ഗതാഗത സംവിധാനങ്ങൾ കണ്ടാൽ ഇതൊക്കെ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള അത്യാധുനിക അതിവേഗ റെയിൽവേ നെറ്റ്വർക്കുകൾ രാജ്യത്തുടനീളമുണ്ട്. അമേരിക്കയേക്കാൾ കൂടുതൽ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കുള്ള പേറ്റന്റുകൾ ഇപ്പോൾ ഓരോ വർഷവും ഈ രാജ്യത്ത് നിന്നാണ് വരുന്നത്. അതെ, നമ്മൾ പറഞ്ഞു വരുന്നത് ചൈനയെക്കുറിച്ചാണ്. ചരിത്രത്തിൽ ഇതുവരെ ഒരു രാജ്യവും ഇത്രയും വേഗത്തിൽ വളർന്നിട്ടില്ല. ജപ്പാനോ ദക്ഷിണ കൊറിയയോ എന്തിനേറെ വ്യാവസായിക വിപ്ലവത്തിൻ്റെ കൊടുമുടിയിൽ നിന്ന സമയത്ത് അമേരിക്കയ്ക്ക് പോലും ഈ വേഗത ഉണ്ടായിരുന്നില്ല. 1978 മുതൽ ഇന്ന് വരെ ചൈനയിൽ സംഭവിച്ച മാറ്റങ്ങളുടെ വേഗതയും അതിൻ്റെ വ്യാപ്തിയും അതിനുവേണ്ടി അവിടുത്തെ മനുഷ്യർ കൊടുത്ത ജീവനുകളുടെ വിലയും എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇന്നത്തെ പല സാമ്പത്തിക വിദഗ്ധർക്ക് പോലും കൃത്യമായ മാനദണ്ഡങ്ങളില്ല. ഇത് കമ്മ്യൂണിസം ജയിച്ചതിൻ്റെയോ ക്യാപിറ്റലിസം ജയിച്ചതിൻ്റെയോ ഒന്നും കഥയല്ല, മറിച്ച് കോടിക്കണക്കിന് മനുഷ്യരെ ദാരിദ്ര്യത്തിൽ നിന്നും ഒറ്റയടിക്ക് കരകയറ്റിയാൽ എന്ത് സംഭവിക്കും എന്നതിൻ്റെ കൂടി കഥയാണ്. ചൈന ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് എത്തുന്നതിന് മുൻപ് അവർ എന്തായിരുന്നുവെന്നും ലോകം അവരോട് എന്താണ് ചെയ്തതെന്നും എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരേണ്ടതായിട്ടുണ്ട്. 1949 മാവോ സേതുവും ടിയാൻമെൻ സ്ക്വയറിൽ നിന്നുകൊണ്ട് പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചതായി പ്രഖ്യാപിക്കുമ്പോൾ ചൈന വെറും ഒരു ദരിദ്ര രാജ്യം മാത്രമായിരുന്നില്ല. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി ലോകത്തിനു മുന്നിൽ നിരന്തരം അപമാനിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ജനതയായിരുന്നു അവർ. 1839 56 നടന്ന കുപ്രസിദ്ധമായ ഓപ്പിയം യുദ്ധങ്ങളെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ബ്രിട്ടീഷ് മയക്കുമരുന്ന് കച്ചവടക്കാർ തോക്കിൻ മുനയിൽ നിർത്തിയാണ് ചൈനയിലെ തുറമുഖങ്ങൾ അവർക്ക് ഒപ്പിയം വിൽക്കാനായിട്ട് തുറന്നു കൊടുക്കാൻ നിർബന്ധിച്ചത്. അതിനുശേഷം വന്ന യാതൊരു തുല്യതയുമില്ലാത്ത പല കരാറുകളിലൂടെ ഷാങ്ഹായ്, ഗ്വാങ്ഷോ തുടങ്ങിയ പല നഗരങ്ങളിലും വിദേശികൾ അവരുടേതായിട്ടുള്ള അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാക്കി. ജപ്പാൻ പിന്നീട് ചൈനയെ ആക്രമിച്ച് കീഴടക്കി. നാൻജിങ് പോലെയുള്ള സ്ഥലങ്ങളിൽ അവർ നടത്തിയ കൂട്ടക്കൊലകൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രൂരതകളിലൊന്നാണ്. ഇതിനെല്ലാം പുറമെ നാഷണലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ പതിറ്റാണ്ടുകളോളം നീണ്ടുനിന്ന ആഭ്യന്തര യുദ്ധം കൂടിയായപ്പോൾ ചൈനീസ് ഗ്രാമങ്ങൾ അക്ഷരാർത്ഥത്തിൽ തകർന്ന തരിപ്പണമായിട്ടുണ്ട്. 1949 ആകുമ്പോഴേക്കും ചൈനയിലെ ഒരാളുടെ ശരാശരി വരുമാനം ഇന്നത്തെ മൂല്യം വെച്ച് നോക്കിയാൽ ഏകദേശം $400 മാത്രമായിരുന്നു. മനുഷ്യരുടെ ശരാശരി ദൈർഘ്യം എന്ന് പറയുന്നത് വെറും 35 വയസ്സോളം മാത്രം. 100ൽ 20 പേർക്ക് മാത്രമാണ് അക്ഷരം വായിക്കാനുള്ള ശേഷിയുള്ളത്. ആധുനികമായ ഒരു വ്യവസായശാലയോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഏകദേശം 54 മുതൽ 60 കോടി വരെ വരുന്ന അവിടുത്തെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു. മിങ് രാജവംശത്തിൻ്റെ കാലത്ത് എങ്ങനെയായിരുന്നോ അതിൽ നിന്നും വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെയാണ് അവർ അപ്പോഴും സ്വാതന്ത്ര്യാനന്തരവും അവിടെ ജീവിച്ചിരുന്നത്. ഈ വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾക്കുള്ള മാവോ സേതുങ്ങിൻ്റെ പരിഹാരം സാമ്പത്തിക ശാസ്ത്രത്തിൽ അധിഷ്ഠിതമേ ആയിരുന്നില്ല, മറിച്ച് പൂർണ്ണമായിട്ടുള്ളൊരു ആശയപരമായ തീരുമാനമായിരുന്നു. ഭൂമി മുഴുവൻ ഗവൺമെൻറ് ഏറ്റെടുക്കുന്നു, സ്വകാര്യ സംരംഭങ്ങളെല്ലാം ദേശസൽക്കരിക്കുന്നു, ഭൂ ഉടമകൾ എന്നൊരു വർഗത്തെ തന്നെ അവർ ഇല്ലാതാക്കി. തുടർന്ന് 1958 മുതൽ 62 വരെയുള്ള കാലഘട്ടത്തിൽ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന പേരിൽ ഒരു വൻകിട വ്യവസായവൽക്കരണ പദ്ധതി അവർ കൊണ്ടുവന്നു. എന്നാൽ അത് എത്രത്തോളം വലിയൊരു പരാജയമാണെന്ന് ചോദിച്ചാൽ മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പട്ടിണി മരണങ്ങൾക്കാണ് അത് കാരണമായത്. ഫ്രാങ്ക് ഡിക്കോട്ടർ, ജാസ്പർ ബെക്കർ തുടങ്ങിയ ചരിത്രകാരന്മാരുടെ രേഖകൾ പ്രകാരം 3 മുതൽ 4 കോടി ആളുകളാണ് അന്ന് വിശന്ന് മരിച്ചു വീണത്. ഇതിന് കാരണമായത് വളരെ വിചിത്രമായ ചില നിയമങ്ങളാണ്. കർഷകരോട് വിളവെടുക്കാൻ നിൽക്കാതെ സ്റ്റീൽ ഉണ്ടാക്കാൻ ഗവൺമെൻറ് ആവശ്യപ്പെട്ടു. റിസൾട്ടോ, കൃഷിയിടങ്ങളിൽ കിടന്ന് ധാന്യങ്ങൾ മുഴുവൻ അഴുകി നശിച്ചു. ആളുകൾ പട്ടിണി കിടന്ന് മരിക്കുമ്പോഴും ഗവൺമെൻറ് പറഞ്ഞ രീതിയിലുള്ള ക്വാട്ട കിട്ടാൻ
തോക്കിൻ്റെ മുനയിലാണ് ഉദ്യോഗസ്ഥർ കർഷകരെ നിർബന്ധിച്ചത്. ഗവൺമെൻറ്റിൻ്റെ ശിക്ഷ ഭയന്ന് പ്രാദേശിക ഉദ്യോഗസ്ഥർ തങ്ങളുടെ പ്രദേശത്ത് ധാരാളം ഉൽപ്പാദനം നടക്കുന്നുണ്ട് എന്ന് വ്യാജ റിപ്പോർട്ട് കൊടുത്തു. ഇത് കണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഒന്നും വിളയാത്ത പ്രദേശങ്ങളിൽ നിന്ന് പോലും കൂടുതൽ ധാന്യങ്ങൾ പിടിച്ചെടുക്കാൻ തുടങ്ങി. അങ്ങനെ പട്ടിണി അതിൻ്റെ പീക്കിലെത്തി. പിന്നീട് 1966 മുതൽ 76 വരെ നടന്ന സാംസ്കാരിക വിപ്ലവമുണ്ട്, അഥവാ കൾച്ചറൽ റവല്യൂഷൻ. ചൈന അത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത വിദ്യാഭ്യാസമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള സമ്പത്തിനെ മുഴുവൻ നശിപ്പിച്ചു. ബുദ്ധവിഹാരങ്ങളും മതകേന്ദ്രങ്ങളും മൊത്തം അടിച്ചു തകർത്തു. സർവകലാശാലകളെല്ലാം അടച്ചുപൂട്ടി. പ്രൊഫസർമാരെയും ബുദ്ധിജീവികളെയും എല്ലാം ലേബർ ക്യാമ്പുകളിലേക്ക് നിർബന്ധിത ജോലി ചെയ്യാൻ അയച്ചു. ഒരു തലമുറയ്ക്ക് പൂർണ്ണമായിട്ടും അവരുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു. 1976 സെപ്റ്റംബറിൽ മാവോ മരിക്കുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും താറുമാറായ ഒരു സമ്പദ് വ്യവസ്ഥയായിരുന്നു ചൈനയുടേത്. അത് ചൈനക്കാർക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാതെ വെറും സിദ്ധാന്തങ്ങളുടെയും ആശയങ്ങളുടെയും മാത്രം അടിസ്ഥാനത്തിൽ ഒരു രാജ്യത്തെ ഭരിച്ചതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ആക്ച്വലി ഒരു ഭരണാധികാരി ആശയത്തിൻ്റെ പേരിൽ അവിടെ കൂട്ടക്കരുതി നടത്തുകയായിരുന്നു. ഈ ഒരു വലിയ തകർച്ചയുടെ നടുവിലേക്കാണ് ഡെങ് സിയാവോപിങ് കടന്നു വരുന്നത്. അവിടെ നിന്ന് പിന്നീട് നടന്നതൊന്നും ആരും മുൻകൂട്ടി നിശ്ചയിച്ചതോ ഉറപ്പുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നില്ല. 1978 തൻ്റെ 79ാമത്തെ വയസ്സിലാണ് ഡെങ് സിയാവോപിങ് അധികാരത്തിൽ വരുന്നത്. കൾച്ചറൽ റെവല്യൂഷൻ്റെ സമയത്ത് മാവോ അദ്ദേഹത്തെ 2 തവണ പുറത്താക്കുകയും ഒരു ട്രാക്ടർ ഫാക്ടറിയിൽ പണിയെടുക്കാൻ അയക്കുകയും ചെയ്തു. എന്നാൽ അവിടെ നിന്നൊക്കെ അദ്ദേഹം തിരിച്ചു വന്നു. മാവോയുടെ കാലത്തെ ചൈനയിൽ 2 തവണ പുറത്താക്കപ്പെട്ടിട്ട് ജീവനോടെ ഒരാൾ തിരിച്ചു വന്ന് അധികാരത്തിലെത്തുമ്പോൾ അയാൾക്ക് ഭരിക്കാൻ ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല. ഡെങ് സിയാവോപിങ്ങിനെ വ്യത്യസ്തനാക്കിയത് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടുള്ള അന്ധമായ വിശ്വാസമല്ല, അദ്ദേഹത്തിനത് തീരെയില്ല എന്ന് തന്നെ പറയാം. പകരം തികച്ചും പ്രായോഗികമായ അന്നത്തെ സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ രാജ്യദ്രോഹം എന്ന് വരെ തോന്നിയേക്കാവുന്ന ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ധൈര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആയുധം. ഒരു പ്രശസ്തമായ വചനമുണ്ട് അദ്ദേഹത്തിൻ്റെ: പൂച്ചയുടെ നിറം കറുപ്പാണോ വെളുപ്പാണോ എന്നതൊരു വിഷയമേ അല്ല, അത് എലിയെ പിടിക്കുന്നുണ്ടോ എന്നത് മാത്രമാണ് പ്രധാനം. അതായത് ഏത് സിദ്ധാന്തമാണ് നമ്മൾ പിന്തുടരുന്നത് എന്നതിലല്ല, അതിൽ നിന്നും എന്ത് റിസൾട്ട് കിട്ടുന്നു എന്നതിലാണ് കാര്യമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വലിയ മാറ്റം കാർഷിക മേഖലയിലാണ്. 1978 അധികം ബഹളമൊന്നുമില്ലാത്ത അൻഹുയി പ്രവിശ്യയിൽ മാത്രം പരീക്ഷണാടിസ്ഥാനത്തിൽ അദ്ദേഹം ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റി സിസ്റ്റം എന്നൊരു സംവിധാനം കൊണ്ടുവരുന്നു. ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട നിശ്ചിത ക്വാട്ട ധാന്യങ്ങൾ കൊടുത്തതിന് ശേഷം ബാക്കി വരുന്നവ കർഷകർക്ക് തന്നെ സ്വന്തമായിട്ട് എടുക്കാം എന്നതായിരുന്നു നിയമം. ഇതിൻ്റെ റിസൾട്ട് പെട്ടെന്നാണ്. മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലും ഞെട്ടിക്കുന്ന രീതിയിൽ റിസൾട്ട് ഉണ്ടായി. ഒറ്റ വർഷം കൊണ്ട് അൻഹുയിലെ കാർഷിക ഉൽപ്പാദനം 25% വർദ്ധിച്ചു. 1984 ആയപ്പോൾ ഈ സംവിധാനം ചൈന മുഴുവൻ വ്യാപിച്ചു. 6 വർഷം കൊണ്ട് ഭക്ഷ്യോൽപാദനം 33% കൂടിയത്. ഒരു തലമുറയെ മുഴുവൻ വേട്ടയാടിയിരുന്ന പട്ടിണി എന്ന ഭയം ചൈനീസ് ഗ്രാമങ്ങളിൽ നിന്നും ഇല്ലാതാകാൻ തുടങ്ങി. രണ്ടാമത്തെ മാറ്റം ഭൂമിശാസ്ത്രപരമാണ്. 1980 ഡെങ് ആദ്യത്തെ സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ അഥവാ പ്രത്യേക സാമ്പത്തിക മേഖലകൾ ഉണ്ടാക്കി. ഷെൻഷൻ, ഷുഹായ്, ഷാൻഡോ, സിയാമൻ തുടങ്ങിയവയായിരുന്നു അവ. ഒരു പൂർണ്ണമായ സോഷ്യലിസ്റ്റ് രാജ്യത്തിനുള്ളിൽ മുതലാളിത്തം അനുവദിക്കുന്ന ചില കൊച്ചു തുരുത്തുകളായിരുന്നു അവ. അവിടെ വിദേശ കമ്പനികൾക്ക് നിക്ഷേപം നടത്താം, ഉണ്ടാക്കുന്ന ലാഭം നാട്ടിക്കൊണ്ടുപോകാം, തൊഴിലാളികളെ ആവശ്യം വരുമ്പോൾ എടുക്കാനും പിരിച്ചുവിടാനും സാധിക്കുന്ന ഫ്ലെക്സിബിളായിട്ടുള്ള തൊഴിൽ നിയമങ്ങൾ, വിദേശികളെ ആകർഷിക്കുന്ന നികുതി ഇളവുകൾ ഉൾപ്പെടെ പലതും അവിടെ അനുവദിച്ചു. 1980 വെറും 30,000 ആളുകൾ മാത്രം താമസിച്ചിരുന്ന ഷെൻഷൻ എന്ന ചെറിയ തൊഴിലാളി ഗ്രാമം 2000 ആയപ്പോൾ 70 ലക്ഷം ആളുകളെ കൊണ്ട് നിറഞ്ഞു. 2023 അത് 1.75 കോടികൾ താമസിക്കുന്ന ഹോങ്കോങ്ങിനേക്കാൾ വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരു വൻ നഗരമായിട്ട് മാറി. മൂന്നാമത്തെ മാറ്റം വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധമാണ്. 1978 ചൈന ലോക ബാങ്കിലേക്കും IMF അഥവാ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിലും അംഗമായി. 79 അമേരിക്കയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സാധാരണ രീതിയിലായി. അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ തുടങ്ങി വെച്ച പ്രക്രിയകൾ കാർട്ടറാണ് പൂർത്തിയാക്കുന്നത്. പിന്നീട് 15 വർഷത്തെ നീണ്ട ചർച്ചകൾക്ക് ശേഷം 2001 ചൈനയ്ക്ക് ലോക വ്യാപാര സംഘടന അഥവാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ അംഗത്വം കിട്ടി. 21ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ലോക സമ്പദ് വ്യവസ്ഥയിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു ഇൻസിഡൻ്റ് ആയിരുന്നു ചൈന WTOയിലേക്ക് കയറുന്നത്. ലോകമെമ്പാടുമുള്ള വിപണികളിലേക്ക് കൃത്യമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾ കടന്നു ചെല്ലാനുള്ള വഴി ഇങ്ങനെ ഉണ്ടായി. അതോടൊപ്പം പാശ്ചാത്യ രാജ്യങ്ങളിലെ വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ചൈനയിലെ ശമ്പളം തീരെ മതി എന്നുള്ള രീതിയിലുള്ള തൊഴിലാളികളെ ഉപയോഗിക്കാനുള്ള അവസരം കിട്ടി. ഇത് പാശ്ചാത്യ രാജ്യങ്ങളിലെ സ്വന്തം ഫാക്ടറികളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന മാറ്റമായിരുന്നു. 2001 2010 ഇടയിൽ ചൈനയുടെ കയറ്റുമതി $266 ബില്യൺ നിന്നും $1.58 ട്രില്യൺ കുതിച്ചുയർന്നത്. ലോകത്തിൻ്റെ മൊത്തം ഉൽപ്പാദനത്തിൽ ചൈനയുടെ പങ്ക് 2000 വെറും 7% 2015 ആയപ്പോഴേക്കും 28% മാറി.
വസ്ത്രങ്ങൾ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, കളിപ്പാട്ടം, മരുന്ന് എന്നിങ്ങനെ സകല വ്യവസായങ്ങളിലും ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്ത വേഗതയിലാണ് ചൈന നിർമ്മാണം മാറ്റുന്നത്. കണക്കുകൾ കേട്ടാൽ ഒരു കോടതിയിലെ തെളിവുകൾ പോലെയാണ് നമ്മളെ അത് അമ്പരപ്പിക്കുക. 1990 ചൈനയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം അഥവാ GDP എന്ന് പറയുന്നത് 360 ബില്യൺ ആയിരുന്നു. 2000 അത് 1.2 ട്രില്യണായി. 2010 6.1 ട്രില്യണായി. 2020 14.7 ട്രില്യണും 2023 17.7 ട്രില്യണുമായിട്ട് അത് വളർന്നു. അതായത് നോമിനൽ GDPയുടെ അടിസ്ഥാനത്തിൽ ലോകത്ത് അമേരിക്കയ്ക്ക് തൊട്ടു പിന്നിൽ രണ്ടാമതും, പർച്ചേസിംഗ് പവർ അഥവാ പണം കൊടുത്ത് സാധനങ്ങൾ വാങ്ങാനുള്ള ശേഷിയുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയും ഇന്ന് ചൈനയാണ്. 1986 ചൈനയിലെ ജനങ്ങളിൽ 88% കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നെങ്കിൽ, അതായത് ഒരു ദിവസം $1.9 താഴെ ആയിരുന്നെങ്കിൽ, 2015 ആയപ്പോൾ ഈ കണക്ക് 1% താഴെ എത്തി. 1990 ശേഷം ലോകത്ത് ദാരിദ്ര്യം കുറഞ്ഞതിൻ്റെ മൊത്തം കണക്കെടുത്താൽ അതിൽ 70% സംഭവിച്ചത് ചൈനയിലാണ് എന്നാണ് ലോകബാങ്ക് പറയുന്നത്. വെറും ഏഷ്യയിലെ കണക്കല്ല, ഈ ഭൂമിയിലെ മൊത്തം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ 70% സംഭവിച്ചത് ചൈനയിലാണ്. ഈ മാറ്റങ്ങളൊന്നും ഒരു മാന്ത്രിക വിദ്യ പോലെ സംഭവിച്ചതല്ല, വളരെ കൃത്യമായി പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഒരു സിസ്റ്റത്തിൻ്റെ വിജയമാണ്. അതിൽ പോരായ്മകളുണ്ടായിരുന്നു, പലപ്പോഴും അത് ക്രൂരമായിരുന്നു. ഒരു ജനാധിപത്യ രാജ്യത്തിനും നിയമപരമായി ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള നിർബന്ധിത രീതികൾ അവിടെയുണ്ട്. പക്ഷേ അവർ ലക്ഷ്യം വെച്ച ദിശയിലേക്കുള്ള സിസ്റ്റം കൃത്യമായി പ്രവർത്തിച്ചു എന്ന് മാത്രം. പാശ്ചാത്യ രാജ്യങ്ങൾ എപ്പോഴും ചൈനയുടെ ഈ വളർച്ചയെ മാർക്കറ്റ് റിഫോമുകൾ അഥവാ വിപണിയിലെ മാറ്റങ്ങൾ എന്ന പേരിലാണ് വിശേഷിപ്പിക്കാറുള്ളത്. അത് ശരിയാണെങ്കിലും അതൊരു കംപ്ലീറ്റ് ആൻസർ അല്ല. യഥാർത്ഥത്തിൽ ചൈനയിൽ എന്താണ് സംഭവിച്ചത് എന്നത് വളരെ സൂക്ഷ്മവും വ്യത്യസ്തവുമായിട്ടുള്ളൊരു കാര്യമാണ്. ചൈനീസ് ഗവൺമെൻറ് ഒരിക്കലും സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട അധികാരങ്ങൾ തൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകാൻ അനുവദിച്ചിരുന്നില്ല. രാജ്യത്തെ മുഴുവൻ ബാങ്കിംഗ് സംവിധാനങ്ങളും ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാണ്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഗവൺമെൻറ്റിനാണ്. അവിടെ വ്യക്തികൾക്കും കമ്പനികൾക്കും ഭൂമി ദീർഘകാലത്തേക്ക് പാട്ടത്തിനടുത്ത് ഉപയോഗിക്കാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ നാട്ടിലേതുപോലെ ഭൂമിയുടെ പൂർണ്ണമായിട്ടുള്ളൊരു അവകാശം അവർക്കില്ല. എനർജി, ടെലികമ്മ്യൂണിക്കേഷൻ, ഡിഫൻസ്, സ്റ്റീല്, റെയിൽവേ തുടങ്ങിയ തന്ത്രപ്രധാനമായിട്ടുള്ള വ്യവസായങ്ങളെല്ലാം പൂർണ്ണമായും ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള കമ്പനികൾ മാത്രമേ കൈകാര്യം ചെയ്യൂ. ഏത് സ്വകാര്യ കമ്പനിയിലും എപ്പോൾ വേണമെങ്കിലും എന്താവശ്യത്തിനും പൂർണ്ണമായി ഇടപെടാനുള്ള കംപ്ലീറ്റ് അവകാശം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വെറും ഒരു ക്യാപിറ്റലിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥിതി അല്ല, മറിച്ച് ഇതൊരു സ്റ്റേറ്റ് കൺട്രോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എക്കോണമിയാണ്. അവിടെ സ്വകാര്യ സംരംഭങ്ങളെ അവർ അനുവദിക്കുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി അവരെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും സംഭവിച്ചാൽ ഈ സ്വകാര്യ മൂലധനത്തെ വഴിതിരിച്ചു വിടാനോ ശിക്ഷിക്കാനോ അവരെ പൂർണ്ണമായി ഇല്ലാതാക്കാനോ ഉള്ള എല്ലാ അധികാരവും ഗവൺമെൻറ് സ്വന്തം കയ്യിൽ ഭദ്രമായി വച്ചിട്ടുണ്ട് എന്നർത്ഥം. ഈ ഒരു സാമ്പത്തിക അത്ഭുതം പടുത്തുയർത്തിയ യഥാർത്ഥ മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ ഹെനാൻ, സിച്ചുവാൻ, ഹുനാൻ തുടങ്ങിയ ദരിദ്ര ഗ്രാമങ്ങളിൽ നിന്നും സ്വന്തം നാട് വിട്ടുവന്ന ഏകദേശം 25 കോടി മുതൽ 30 കോടിയോളം വരുന്ന സാധാരണ തൊഴിലാളികളാണ്. ഷെൻഷൻ, ഡോങ്ഗ്വാൻ, ഗാങ്ഷോ തുടങ്ങിയ വൻ നഗരങ്ങൾ കെട്ടിപ്പടുത്തത് ഇവരാണ്. എന്നാൽ അവർക്ക് ലഭിച്ചിരുന്ന കൂലിയാകട്ടെ ലോക നിലവാരം വെച്ച് നോക്കുമ്പോൾ വളരെ തുച്ഛം. 2000-ൻ്റെ തുടക്കത്തിൽ ചൈനയിലെ തീരദേശ നഗരങ്ങളിലെ ഫാക്ടറികളിൽ അവർക്ക് ലഭിച്ചിരുന്ന കൂലി മണിക്കൂറിന് വെറും 50 മുതൽ 80 സെൻറ്റ് വരെ മാത്രമായിരുന്നു. അതായത് ഏകദേശം 50 മുതൽ ഒരു 80 രൂപ ഇന്ത്യയിൽ ഇപ്പോഴത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ. ഈ തൊഴിലാളികൾ തങ്ങളുടെ ചോരയും നീരും കൊടുത്ത് ഉണ്ടാക്കിയെടുത്ത മൂല്യവും അവർക്ക് കിട്ടിയ തുച്ഛമായ കൂലിയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ, ആ ലാഭം മുഴുവൻ പോയത് മറ്റു ചിലർക്കാണ്. ഫാക്ടറി ഉടമകൾ, സർക്കാർ കമ്പനികൾ, വിദേശ കോർപ്പറേറ്റ് കമ്പനികൾ, പിന്നെ ഇത് കയറ്റി അയക്കുന്നതിലൂടെ ഗവൺമെൻറ്റിന് കിട്ടുന്ന നികുതി. ചൈനയിലെ കുറഞ്ഞ കൂലി നിലനിർത്താൻ ഗവൺമെൻറ് ഉപയോഗിച്ചൊരു ടൂളാണ് ഹുക്കാവു എന്ന സിസ്റ്റം. സ്വന്തം രാജ്യത്തിനുള്ളിൽ തന്നെ ഒരു വിസ പോലെ പ്രവർത്തിക്കുന്ന നിയന്ത്രണ സംവിധാനമാണിത്. ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന ഒരു തൊഴിലാളിക്ക് നഗരങ്ങളിലെ സർക്കാർ സേവനങ്ങളോ സ്കൂളുകളോ ആശുപത്രികളോ ഉപയോഗിക്കാൻ ഇതിലൂടെ വിലക്കുണ്ട്. അതായത് ഷെൻഷനിൽ പണിയെടുക്കുന്ന ഒരു ഗ്രാമീണ തൊഴിലാളിക്ക് തൻ്റെ കുട്ടിയെ ഷെൻഷനിലെ ഒരു പബ്ലിക് സ്കൂളിൽ ചേർക്കാൻ നിയമപരമായി കഴിയില്ല. അവിടുത്തെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ നേടാൻ കഴിയില്ല. ആ നഗരത്തിന് അവരുടെ അധ്വാനം അത്യാവശ്യമാണ്. എന്നാൽ ആ സമൂഹത്തിൽ അവർക്ക് യാതൊരു സ്ഥാനവും ഇല്ല. അവർ ആ നഗരം പടുത്തുയർത്തി, പക്ഷെ അവർക്ക് അവിടെ പൂർണ്ണമായും ജീവിക്കാൻ കഴിയില്ല. ഇതാണ് ചൈനീസ് സാമ്പത്തിക അത്ഭുതത്തിൻ്റെ സെൻറ്റർ പോയിൻ്റ് ആയിട്ടുള്ള അധികാരത്തിനകത്ത് വരുന്ന ഇൻഇക്വാലിറ്റി. അവിടെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്, ദാരിദ്ര്യം കുറഞ്ഞത് സത്യമാണ്. പക്ഷേ അതിന് കൊടുക്കേണ്ടി വന്ന മനുഷ്യജീവനുകളുടെ വില വളരെ വലുതാണ്. കുറഞ്ഞ കൂലി, പിരിഞ്ഞ് ജീവിക്കേണ്ടി വരുന്ന കുടുംബങ്ങൾ, ഫാക്ടറികളിലെ അപകടങ്ങൾ, നശിച്ചുപോയ പരിസ്ഥിതി, തൊഴിലാളി യൂണിയനുകൾ പോലും ഇല്ലാതാക്കിയ ഭരണകൂട ഭീകരത, ഇതെല്ലാം സത്യമാണ്.
ഈ നേട്ടങ്ങളും കോട്ടങ്ങളും പരസ്പരം റദ്ദാക്കപ്പെടുന്നില്ല, പക്ഷേ ഒരേ സിസ്റ്റത്തിനുള്ളിൽ തന്നെ അവ രണ്ടും നിലനിൽക്കുന്നുണ്ട്. ചൈനയുടെ ഈ സമ്പത്ത് മുഴുവൻ ആരുണ്ടാക്കി എന്നതും അതിൻ്റെ ഗുണം ആർക്കൊക്കെ ലഭിച്ചു എന്നതും തമ്മിലുള്ള വലിയ വിടവുണ്ടല്ലോ. അതിൽ നിന്നുമുണ്ടായ സാമൂഹിക പ്രശ്നങ്ങളെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞ കുറേ കാലമായി കൂടുതൽ നിരീക്ഷണ സംവിധാനങ്ങളിലൂടെയും തന്ത്രങ്ങളിലൂടെയും അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 3 പതിറ്റാണ്ടോളം ചൈന ഒരു പ്രത്യേക തന്ത്രമാണ് ഫോളോ ചെയ്യുന്നത്. ഡെങ് സിയാവോപിങ് തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്: നിങ്ങളുടെ കഴിവുകൾ മറച്ചു വയ്ക്കുക, കൃത്യമായ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. ചൈനീസ് ഭാഷയിൽ ഇതിനെ ടവോ ഗാങ് യാങ് ഹുയി എന്ന് പറയും. ഇതിൻ്റെ പിന്നിലെ യുക്തി വളരെ ലളിതമാണ്. ചൈനയ്ക്ക് വിദേശ സാങ്കേതിക വിദ്യയും അവരുടെ പണവും അവരുടെ വിപണിയും അത്യാവശ്യമാണ്. ലോക വ്യാപാര നിയമങ്ങളും സാമ്പത്തിക സംവിധാനങ്ങളും സൈനിക ശക്തിയും നിയന്ത്രിച്ചിരുന്ന അമേരിക്കയുമായിട്ട് ഒരു ഏറ്റുമുട്ടലിന് പോയാൽ അത് ചൈനയുടെ സർവ്വനാശമാകുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ചൈന അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള ലോകക്രമത്തിൻ്റെ ഭാഗമായിട്ട് ഒളിച്ചു നിന്നു. അവർ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ചേർന്നു. തങ്ങളുടെ കയറ്റുമതി എളുപ്പമാക്കാൻ ചൈനീസ് കറൻസിയായ യുവാനെ ഡോളറുമായിട്ട് ബന്ധിപ്പിച്ചു. അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ കടപ്പത്രങ്ങൾ വാങ്ങിക്കൂട്ടി. 2013 ആയപ്പോഴേക്കും $1.3 ട്രില്യൺ വരുന്ന അമേരിക്കൻ ഡെപ്റ്റ് ചൈനയുടെ കയ്യിലാണ്. അതായത് അമേരിക്കൻ സർക്കാരിന് ഏറ്റവും കൂടുതൽ കടം കൊടുത്തിരിക്കുന്ന വിദേശ രാജ്യം ചൈനയായി മാറി. അവർ വിദേശ കോർപ്പറേറ്റുകളെ തങ്ങളുടെ രാജ്യത്തേക്ക് കൊണ്ടുവന്നു. അവരിൽ നിന്നും സാങ്കേതിക വിദ്യ പഠിച്ചു, അത് കോപ്പി അടിച്ചു. പിന്നീട് പല മേഖലകളിലും അവരെക്കാൾ വലുതായി മാറി. പല കാര്യങ്ങളെയും ഹാക്ക് ചെയ്ത് ചോർത്തി. എന്നാൽ ഈ തന്ത്രങ്ങൾ മാറാൻ തുടങ്ങിയത് പെട്ടെന്നൊരു ദിവസം രാവിലെയല്ല. ഏകദേശം 2008 തുടങ്ങി 10 വർഷത്തോളം നീണ്ടു നിന്നൊരു മാറ്റമായിരുന്നു അത്. 2008 ആഗോള സാമ്പത്തിക മാന്ദ്യം ചൈനയുടെ ചിന്താഗതിയെ വളരെയധികം സ്വാധീനിച്ചു. പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക സംവിധാനം യാതൊരു നിയന്ത്രണവുമില്ലാത്ത അവരുടെ നയങ്ങൾ കാരണം തകർന്നടിയുന്നത് ചൈന കണ്ടു. ബാങ്കുകളെ രക്ഷിക്കാൻ വേണ്ടി അമേരിക്ക ട്രില്യൺ കണക്കിന് ഡോളർ ചെലവാക്കുന്നത് കണ്ടുനിന്നു. അതുവരെ വികസ്വര രാജ്യങ്ങളോട് ചെലവ് ചുരുക്കാൻ ഉപദേശിച്ചു കൊണ്ടിരുന്ന IMF ലോകബാങ്കും പെട്ടെന്ന് സമ്പന്ന രാജ്യങ്ങളെ സഹായിക്കാൻ വേണ്ടി സാമ്പത്തിക ഉത്തേജന പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നത് ചൈന കണ്ടു. അതോടെ പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക മാതൃകയിലുള്ള അവരുടെ വിശ്വാസം പോയി. ഈ പ്രതിസന്ധിയോട് ചൈന പ്രതികരിച്ചത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ഉത്തേജന പാക്കേജ് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ഏകദേശം $586 ബില്യൺ, അതായത് അവരുടെ GDPയുടെ 12.5% അവർ തങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഒഴുക്കി. ഹൈവേ, അതിവേഗ റെയിലുകൾ, വിമാനത്താവളങ്ങൾ, നഗരവികസനം എന്നിവയ്ക്കായിട്ട് ഈ പണം ഉപയോഗിച്ചു. ലോകം മുഴുവൻ സാമ്പത്തികമായി തകർന്ന 2009 ചൈനീസ് സമ്പദ് വ്യവസ്ഥ 9.2% വളർന്നത്. ഇതൊരു യാദൃശ്ചിക സംഭവമല്ല, ഒരു ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ പ്ലാനിങ്ങിൻ്റെ വിജയമാണ്. അതിനുശേഷമാണ് ഷീ ജിൻപിങ്ങിൻ്റെ വരവ്. 2010 പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായും 2013 പ്രസിഡന്റായും ഷീ ജിൻപിങ് അധികാരമേറ്റു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻഗാമികളിൽ നിന്നും വ്യത്യസ്തമാണ്. ചൈനീസ് രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്നവരെ പോലും അത്ഭുതപ്പെടുത്തുന്ന വേഗതയിലാണ് അദ്ദേഹം അധികാരം ഉറപ്പിക്കുന്നത്. 2012 തുടങ്ങിയ അഴിമതി വിരുദ്ധ ക്യാമ്പയിൻ 2023 ആയപ്പോൾ 40 ലക്ഷത്തിലധികം ഉദ്യോഗസ്ഥരെയാണ് അന്വേഷണ വിധേയരാക്കിയത്. ഇതൊരു വശത്ത് യഥാർത്ഥത്തിലുള്ളൊരു നവീകരണമായിരുന്നെങ്കിലും മറുവശത്ത് തന്നോട് എതിർപ്പുള്ളവരെ ഒതുക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കം കൂടിയാണെന്ന് കാണാം. ചൈനീസ് രാഷ്ട്രീയത്തിൽ ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നത് മറ്റൊരു സത്യമാണ്. 2015 പ്രഖ്യാപിച്ച മെയ്ഡ് ഇൻ ചൈന 2025 എന്ന പദ്ധതിയുണ്ട്. യഥാർത്ഥത്തിൽ ലോകം കേൾക്കാൻ കാത്തിരുന്ന ചൈനയുടെ ഏറ്റവും വലിയ പ്രഖ്യാപനമായിരുന്നു അത്. ഇനി മുതൽ മറ്റുള്ളവർ ഡിസൈൻ ചെയ്യുന്ന സാധനങ്ങൾ വെറുതെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു നിർമ്മാണ ഫാക്ടറിയായി മാത്രം ഒതുങ്ങാൻ ചൈന തയ്യാറല്ല. പകരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സെമി കണ്ടക്ടറുകൾ, ബഹിരാകാശ സാങ്കേതിക വിദ്യ, ഇലക്ട്രിക് വാഹനങ്ങൾ, റോബോട്ടിക്സ് എന്നിങ്ങനെ 10 സുപ്രധാന മേഖലകളിൽ 2025 ലോകത്തിൻ്റെ മുൻനിരക്കാരാകുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇതിനാവശ്യമായ പണം ഗവൺമെൻറ് കൊടുക്കും. എന്ത് ചെയ്യണമെന്ന് പാർട്ടി തീരുമാനിക്കും. സ്വകാര്യ കമ്പനികൾ അത് നടപ്പിലാക്കും. അതോടെ തങ്ങളുടെ കഴിവുകൾ മറച്ചു വെക്കുക എന്ന പഴയ തന്ത്രം ചൈന ഔദ്യോഗികമായി അവസാനിപ്പിച്ചു. മെയ്ഡ് ഇൻ ചൈന 2025 പ്രഖ്യാപനത്തോട് ലോകം ആദ്യം പ്രതികരിച്ചത് വലിയ ആശയക്കുഴപ്പത്തോടു കൂടിയാണ്. പിന്നീട് അതൊരു ഭയമായി മാറി. ഒടുവിൽ ശക്തമായ തീരുമാനങ്ങളിലേക്കും അത് നയിച്ചു. 2018 ട്രംപ് ഭരണകൂടം തുടങ്ങി വെച്ച വ്യാപാര യുദ്ധം അഥവാ ട്രേഡ് വാറാണ് ഇതിനെതിരെയുള്ള അമേരിക്കയുടെ ആദ്യത്തെ നീക്കം. $360 ബില്യൺ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അവർ കനത്ത തീരുവ ഏർപ്പെടുത്തി. അമേരിക്കൻ സെമി കണ്ടക്ടറുകൾ ഉപയോഗിക്കുന്നതിൽ നിന്നും വാവെ എന്ന് പറയുന്ന കമ്പനിയെ വിലക്കി. ആധുനിക ചിപ്പുകൾ നിർമ്മിക്കാനുള്ള ഉപകരണങ്ങൾ ചൈനയ്ക്ക് നൽകുന്നത് നിയന്ത്രിക്കണമെന്നുള്ള നിയമം കൊണ്ടുവന്നു. പുറമേ നോക്കുമ്പോൾ ഇതൊക്കെ വ്യാപാര കമ്മി, ബൗദ്ധിക സ്വത്തവകാശ മോഷണം എന്നിവ തടയാനാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ കാരണം വേറൊന്നാണ്. അമേരിക്കയെ സാമ്പത്തികമായി മറികടക്കാൻ പോകുന്ന ഒരു രാജ്യത്തിന് വേണ്ട സാമ്പത്തിക സഹായം ഇതുവരെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അമേരിക്ക തന്നെയായിരുന്നു എന്ന സത്യം അവർ വൈകി തിരിച്ചറിഞ്ഞു എന്ന വാസ്തവം.
ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ രൂക്ഷമായത് സെമി കണ്ടക്ടർ അഥവാ ചിപ്പ് നിർമ്മാണ രംഗത്താണ്. 2022 ഒക്ടോബറിൽ ജോ ബൈഡൻ ഭരണകൂടം ദശാബ്ദങ്ങളിലെ ഏറ്റവും വലിയ കയറ്റുമതി നിയന്ത്രണം കൊണ്ടുവന്നു. വെറും പുതിയ ചിപ്പുകൾ ചൈനയ്ക്ക് നൽകില്ല എന്ന് മാത്രമല്ല, ആ ചിപ്പുകൾ ഉണ്ടാക്കാനുള്ള മെഷീനുകൾ കൊടുക്കില്ല എന്നും ചൈനയിലെ ചിപ്പ് നിർമ്മാണ കമ്പനികളിൽ അമേരിക്കൻ പൗരന്മാർ ജോലി ചെയ്യാൻ പാടില്ല എന്ന് പോലും അവർ കർശന നിയമം കൊണ്ടുവന്നു. തായ്വാനിലെ TSMC, നെതർലാൻഡ്സിലെ ASML തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ ചിപ്പ് നിർമ്മാണ കമ്പനികളുടെ സപ്ലൈ ചെയിൻ തകർക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും ആധുനിക ആയുധങ്ങൾക്കും ആവശ്യമായ ഇത്തരം ചിപ്പുകൾ ചൈന സ്വന്തമായി ഉണ്ടാക്കുന്നത് തടയുക എന്നതായിരുന്നു ഉദ്ദേശം. എന്നാൽ ചൈന ഇതിനോട് പ്രതികരിച്ചത് തങ്ങളുടെ ഗവേഷണങ്ങൾ വേഗത്തിലാക്കിക്കൊണ്ടാണ്. അമേരിക്കൻ ഗവൺമെൻറ് പ്രതീക്ഷിച്ചതിലും വളരെ മുമ്പ് തന്നെ, അതായത് അമേരിക്ക വിചാരിച്ചതിനേക്കാൾ 2 ടെക്നോളജി ജനറേഷൻ മുന്നിലായി 2023 ചൈനയിലെ ഏറ്റവും വലിയ ചിപ്പ് നിർമ്മാതാക്കളായിട്ടുള്ള SMIC 7 നാനോമീറ്റർ ചിപ്പുകൾ സ്വന്തമായി നിർമ്മിച്ചു. 2023 ഓഗസ്റ്റിൽ വാവെ പുറത്തിറക്കിയ മേറ്റ് 60 Pro എന്ന ഫോണിൽ ഉണ്ടായിരുന്നത് ഒരിക്കലും ചൈനയ്ക്ക് നിർമ്മിക്കാൻ കഴിയില്ല എന്ന് ലോകം കരുതിയ ചൈന സ്വന്തമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ചിപ്പായിരുന്നു. അമേരിക്കൻ ഇൻ്റലിജൻസിൻ്റെ വലിയൊരു പരാജയം കൂടിയായിരുന്നു അത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പാഠമുണ്ട്. കയ്യിൽ ആവശ്യത്തിന് പണവും വ്യക്തമായ ലക്ഷ്യവുമുള്ള ഒരു രാജ്യത്തെ ഉപരോധങ്ങൾ കൊണ്ട് കുറച്ചു കാലത്തേക്ക് വൈകിപ്പിക്കാം, പക്ഷേ പൂർണ്ണമായും തടഞ്ഞു നിർത്താൻ കഴിയില്ല. ഇനി മറ്റൊരു വലിയ പ്രോജക്റ്റ് നോക്കാം. 2013 ചൈന തുടങ്ങിയ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഉണ്ട്. ഒരുപക്ഷെ മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിദേശ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയാണിത്. 140ലധികം രാജ്യങ്ങളിലായി $1 ട്രില്യൺ തുകയാണ് ചൈന ലോണായും നിക്ഷേപമായും നൽകിയിരിക്കുന്നത്. ഇതിൽ തന്നെ ആദ്യം പാകിസ്ഥാനിലേക്ക് കടക്കുന്ന റോഡ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു യാത്രാ സംവിധാനം പാക് ഒക്കുപൈഡ് കാശ്മീരിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന രീതിയിൽ ഇന്ത്യ ഇതിനോട് വലിയ തോതിലുള്ള വിമർശനം കാണിക്കുകയും പ്രതിഷേധം അറിയിക്കുകയൊക്കെ ചെയ്തിരുന്നു. പാകിസ്ഥാനിലേക്ക് മാത്രമല്ല, ശ്രീലങ്ക, കെനിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ തുറമുഖങ്ങൾ, എത്യോപ്യയിലെയും ലാവോസിലെയും റെയിൽവേ ലൈനുകൾ, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ആഫ്രിക്കയിലുമുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ, ഇതൊക്കെ പുറമേ കാണാൻ ഒരു ബിസിനസ് ഇടപാട് പോലെ തോന്നും. എന്നാൽ ഇതിലൂടെ ചൈന ഉണ്ടാക്കിയെടുത്തത് ഒരുപാട് രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്രവും രാഷ്ട്രീയവും സൈനികവുമായിട്ടുള്ള അധികാരവും അവരെയൊക്കെ തന്നെ കടത്തിന്മേലാക്കി തൻ്റെ വരുതിയിലാക്കാനുള്ള പദ്ധതികളൊക്കെയാണ്. ശ്രീലങ്കയിലെ പല പോർട്ടുകൾക്കും വലിയ കടം കൊടുത്തിട്ട് അത് സ്വന്തം അധികാരത്തിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ചൈന എവിടെയൊക്കെ കടം കൊടുക്കുന്നോ, എവിടെയൊക്കെ അവരുടെ പദ്ധതികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നോ, അവിടെയൊക്കെ സ്വന്തം കൾച്ചറും സ്വന്തം ഭാഷയും സ്വന്തം കറൻസിയും ഒക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. ഷീ ജിൻപിങ്ങിൻ്റെ കാലത്ത് ചൈനയ്ക്കുള്ളിൽ സംഭവിച്ച മാറ്റങ്ങളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 2020 മുതൽ 2022 വരെ ചൈനയിലെ വൻകിട ടെക് കമ്പനികൾക്കെതിരെ ഗവൺമെൻറ് കടുത്ത പല നടപടികളും എടുത്തിട്ടുണ്ട്. ഏകദേശം $1.5 ട്രില്യൺ നഷ്ടമാണ് അന്ന് ചൈനീസ് ടെക് കമ്പനികൾക്ക് മാർക്കറ്റിലുണ്ടായത്. ആലിബാബയുടെ സ്ഥാപകനായിട്ടുള്ള ജാക്ക് മൈക്കിൻ്റെ കമ്പനിയുടെ പൂർണ്ണ അധികാരം നഷ്ടപ്പെടുന്നതും അപ്പോഴാണ്. ഇതിലൂടെ ഷീ ജിൻപിങ് വളരെ കൃത്യമായൊരു സന്ദേശം നൽകിയിട്ടുണ്ട്. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ദഹിക്കാത്ത തരത്തിൽ ഒരു വ്യക്തിയും സമ്പത്തുണ്ടാക്കാൻ പാടില്ല. പാർട്ടിയുടെ അനുവാദമുള്ള കാലത്തോളം മാത്രമേ നിങ്ങൾക്കിവിടെ നിലനിൽപ്പുള്ളൂ എന്ന്. ഇത് ചൈനയിലെ ഓരോ ശതകോടീശ്വരനും വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുന്നതായിരുന്നു. അതുപോലെ തന്നെയാണ് കോവിഡിൻ്റെ സമയത്ത് അവർ സ്വീകരിച്ച സീറോ കോവിഡ് പോളിസി. 2020 മുതൽ 2022 അവസാനം വരെ അവർ കർശനമായി പാലിച്ചു. ഒരു ഗവൺമെൻറ്റിന് തങ്ങളുടെ ജനങ്ങളുടെ മേൽ എത്രത്തോളം നിയന്ത്രണം കൊണ്ടുവരാൻ സാധിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അത്. ഈ പോളിസി കാരണം ചൈനയുടെ GDP ഗ്രോത്ത് 5.5% പ്രതീക്ഷിച്ചതിൽ നിന്നും 3ലേക്ക് കുത്തനെ കൂപ്പുകുത്തി. സാമ്പത്തികമായി ഇത്ര നഷ്ടം വന്നിട്ടും ജനങ്ങൾ സഹികെട്ട് പുറത്തിറങ്ങുന്നതുവരെ ഗവൺമെൻറ് അത് തുടർന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറിംഗ് ഹബ്ബ്, ഏറ്റവും വലിയ കയറ്റുമതി രാജ്യം, അന്തരീക്ഷത്തിലേക്ക് ഏറ്റവും കൂടുതൽ കാർബൺ വിടുന്ന രാജ്യം, ഏറ്റവും കൂടുതൽ വിദേശ നാണയ ശേഖരമുള്ള രാജ്യം തുടങ്ങി ഏകദേശം 120ഓളം രാജ്യങ്ങളുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി എന്ന നിലയിലാണ് ചൈന നിൽക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്തെ ചൈന. ഭൗതികമായിട്ടുള്ള ഏത് അളവുകോൽ വെച്ച് നോക്കിയാലും അവർ ലോകത്തെ ഏറ്റവും വലിയ സൂപ്പർ പവറാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർക്കില്ലാത്ത അവരുടെ രാഷ്ട്രീയ വ്യവസ്ഥീകരണം ഒരിക്കലും പൂർണ്ണമായി നേടാൻ കഴിയാത്തൊരു കാര്യമുണ്ട്. അതായത് അവർക്കൊരിക്കലും തങ്ങളുടെ കണ്ടുപിടുത്തങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളൊരു സാമ്പത്തിക ശക്തിയായി മാറാൻ കഴിയില്ല എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ എപ്പോഴും ഉണ്ടായിട്ടുള്ളത് സ്വതന്ത്രമായി ചിന്തിക്കാനും ആശയങ്ങളെ കൈമാറാനും കഴിയുന്ന, പരാജയങ്ങളെ ഭയക്കാത്ത, ഭരണകൂടത്തെ യാതൊരു ഭയവുമില്ലാതെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന സമൂഹങ്ങളിൽ നിന്നാണ്. എന്നാൽ ചൈനീസ് ഭരണകൂടം ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതിനെയെല്ലാം അടിച്ചമർത്താൻ വേണ്ടിയാണ്. ഒരു വശത്ത് ആവശ്യമുള്ള മേഖലകളിൽ കോടിക്കണക്കിന് പണം നിക്ഷേപിക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ കഴിവ്, മറുവശത്ത് പുതിയ ആശയങ്ങൾക്കും സ്വതന്ത്ര ചിന്തകൾക്കുമുള്ള വിലക്ക്. ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള വലിയൊരു സംഘർഷമാണ് ചൈന ഇനി വരും കാലങ്ങളിൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഡഗ്ലസ് നോർത്ത് എന്ന നോബൽ സമ്മാന ജേതാവായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ പാത്ത് ഡിപ്പെൻഡൻസി എന്നൊരു സിദ്ധാന്തമുണ്ട്. അതായത് ഒരു സിസ്റ്റം അല്ലെങ്കിൽ സാമ്പത്തിക ഘടന രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് മാറി ചിന്തിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. അതൊരു തെറ്റായ വഴിയാണെങ്കിൽ പോലും പറ്റില്ല. ചൈനയുടെ വളർച്ചയുടെ കഥ ഈ സിദ്ധാന്തം തിരിച്ചു പ്രവർത്തിച്ചതിൻ്റെ ഉദാഹരണമാണ്.
മാവോ ഉണ്ടാക്കി വെച്ച സിസ്റ്റം ചൈനയെ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഡെങ് സിയാപോങ് കൊണ്ടുവന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് കാർഷിക മേഖലയിലെ നിയമങ്ങളും സ്പെഷ്യൽ എക്കണോമിക് സോണുകളും വെറും പുതിയ നിയമങ്ങളായിരുന്നില്ല. അതുവരെ അവർ ശീലിച്ചു പോന്ന പഴയ സിസ്റ്റത്തെ പൂർണ്ണമായും തകർത്ത പുതിയൊരു മാറ്റമായിരുന്നു. ഈ സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ രാജ്യത്തെ മറ്റു ഭാഗങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി നിലനിർത്തിയതിന് ഒരു കാരണമുണ്ട്. അത് വിജയിക്കുകയാണെങ്കിൽ മാത്രം ബാക്കി സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാം. പരാജയപ്പെട്ടാൽ അത് പാർട്ടിയുടെ ഇമേജിനെ ബാധിക്കാതെ അവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്ന ബുദ്ധിയായിരുന്നു. ഇതിനെയാണ് ഡഗ്ലസ് നോർത്ത് ദ ക്രെഡിബിൾ കമ്മിറ്റ്മെൻറ്റ് ഡിവൈസ് എന്ന് വിളിക്കുന്നത്. എന്നാൽ പാത്ത് ഡിപ്പെൻഡൻസി എന്ന പ്രശ്നം ചൈനയിൽ ഇപ്പോഴും കാണാം. അതിനുദാഹരണമാണ് മുമ്പ് പറഞ്ഞ ഹുക്കാവു സിസ്റ്റം. തുടക്കത്തിൽ കുറഞ്ഞ കൂലിക്ക് തൊഴിലാളികളെ കിട്ടാൻ ഇത് സഹായിച്ചിരുന്നു. ഈ നിയമം എടുത്തു മാറ്റിയാൽ അത് സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്തുമെങ്കിലും തൊഴിലാളികളുടെ കൂലി കൂട്ടും. അത് കയറ്റുമതിയെ ബാധിക്കും. നഗരങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ നിയമം മാറ്റാനുള്ള താല്പര്യം ഗവൺമെന്റിന് ഇല്ല. അമേരിക്കൻ പൊളിറ്റിക്കൽ സയന്റിസ്റ്റായ ചാൾമേഴ്സ് ജോൺസൺ ജപ്പാന്റെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് പഠിച്ചപ്പോൾ കണ്ടെത്തിയ ഒരു സിദ്ധാന്തമാണ് ഡെവലപ്മെന്റൽ സ്റ്റേറ്റ് എന്നത്. അതായത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ഗവൺമെന്റ് നേരിട്ട് ഇടപെടുന്നു, ഏത് വ്യവസായമാണ് വളരേണ്ടതെന്ന് അവർ തീരുമാനിക്കുന്നു, വലിയ നിക്ഷേപം അതിൽ ഗവൺമെന്റ് നടത്തി ആഭ്യന്തര കമ്പനികളെ വിദേശ കമ്പനികളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്വന്തം കമ്പനികളെ മത്സരിക്കാൻ പ്രാപ്തരാക്കുന്നു. ഇതിൽ കുറച്ച് സാമ്പത്തിക നഷ്ടങ്ങൾ വന്നാലും ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് വലിയ മാറ്റം കൊണ്ടുവരും. ചരിത്രത്തിൽ ഈ സിദ്ധാന്തം ഏറ്റവും വിജയകരമായി നടപ്പിലാക്കിയത് ചൈനയിലാണ്. സെമി കണ്ടക്ടറുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, സോളാർ എനർജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നിങ്ങനെയുള്ള മേഖലകളിൽ ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്തു. സർക്കാർ ബാങ്കുകളിലൂടെ കോടിക്കണക്കിന് രൂപ പലിശ കുറച്ചു കൊടുത്തു. വിദേശ കമ്പനികൾക്ക് പല നിയന്ത്രണങ്ങളും കൊണ്ടുവന്നു. ചൈനയിൽ ബിസിനസ് ചെയ്യാൻ വരുന്ന വിദേശ കമ്പനികളോട് തങ്ങളുടെ സാങ്കേതിക വിദ്യ മാറാൻ ചൈന ആവശ്യപ്പെടാറുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഉപയോഗിച്ച് തങ്ങളുടെ കമ്പനികളെ ലോക നിലവാരത്തിലേക്ക് വളർത്തിയെടുക്കും. ഇലക്ട്രിക് വാഹനങ്ങളിൽ BYD, ടെലി കമ്മ്യൂണിക്കേഷനിൽ വാവേ, ബാറ്ററി നിർമ്മാണത്തിൽ CATL എന്നിവയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇവരാരും വെറും ഒരു സ്വതന്ത്ര വിപണിയിൽ മത്സരിച്ച് ജയിച്ചവരല്ല, മറിച്ച് ഗവൺമെൻറ് കൃത്യമായി പാലൂട്ടി വളർത്തിയെടുത്തവരാണ്. എന്നാൽ ഈ സിദ്ധാന്തത്തിനും ഒരു പരിമിതിയുണ്ടെന്ന് ജോൺസൺ പറയുന്നു. നിലവിലുള്ള സാങ്കേതിക വിദ്യകൾ കോപ്പിയടിക്കാനും അത് മെച്ചപ്പെടുത്താനുമൊക്കെ ഇത് കൊള്ളാം. എന്നാൽ ആരും ഇതുവരെ കണ്ടുപിടിക്കാത്ത പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ഇതിന് കഴിയില്ല. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സ്വതന്ത്രമായിട്ട് റിസ്ക് എടുക്കാൻ പറ്റുന്നില്ല. ഡാരൻ അസേമോഗ്ലു എന്ന പ്രശസ്തനായ എഴുത്തുകാരൻ തൻ്റെ വൈ നേഷൻസ് ഫെയിൽ എന്ന പുസ്തകത്തിൽ രാജ്യങ്ങളെ രണ്ടായി തിരിക്കുന്നുണ്ട്. ഒന്ന് എക്സ്ട്രാക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് അധികാരവും സമ്പത്തും വളരെ കുറച്ചു പേരുടെ കയ്യിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന രാജ്യങ്ങൾ. മറ്റൊന്ന് ഇൻക്ലൂസീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ജനങ്ങൾക്ക് കൂടി അധികാരമുള്ള, എല്ലാവർക്കും വളരാൻ അവസരമുള്ള രാജ്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ആദ്യത്തെ സിസ്റ്റം ഉപയോഗിച്ച് കുറച്ചു കാലത്തേക്ക് നല്ല സാമ്പത്തിക വളർച്ച ഉണ്ടാക്കാം. പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അത് പരാജയപ്പെടും. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീർച്ചയായിട്ടും ഈ വിഭാഗത്തിലാണ് വരുന്നത്. എന്നാൽ മനുഷ്യ ചരിത്രത്തിൽ ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്ന് കയറ്റിയ ഒരു രാജ്യമാണ് ചൈന എന്നൊരു വിരോധാഭാസമുണ്ട്. ഇതിനെ അസേമോഗ്ലു വിശദീകരിക്കുന്നത് ചൈനയുടെ വളർച്ചയുടെ ആദ്യ ഘട്ടം എന്നത് മറ്റുള്ളവരുടെ സാങ്കേതിക വിദ്യ പഠിച്ചെടുക്കുന്ന സമയം മാത്രമാണ്. എന്നാൽ ഇനിയുള്ള കാലത്ത് അവർ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തണം. അവിടെയാണ് യഥാർത്ഥ പരീക്ഷണം. ഷീ ജിൻപിങ്ങിൻ്റെ അധികാര വികേന്ദ്രീകരണം, ജനങ്ങൾക്ക് മേലുള്ള നിയന്ത്രണങ്ങൾ, ഇൻ്റർനെറ്റിലെ വിലക്കുകൾ, ഇതൊക്കെ വെറുമൊരു രാഷ്ട്രീയ തീരുമാനമല്ല. പാർട്ടിയുടെ അധികാരം നിലനിർത്താൻ വേണ്ടി പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് ആവശ്യമായ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന ഒരു പ്രോസസ്സാണ്. അവരുടെ പഴയ വലിയ വിജയങ്ങൾ തന്നെയാണ് അവരുടെ പുതിയ സിസ്റ്റത്തിൻ്റെ പരിമിതി. ചൈനയുടെ കഥ പലപ്പോഴും അവർക്ക് മാത്രം സംഭവിച്ചൊരു അത്ഭുതം പോലെയാണ് ലോകം കാണുന്നത്. അവരുടെ കണക്കുകൾ അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ്. എന്നാൽ ഇതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ ലോകത്ത് വികസിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ രാജ്യത്തും ബാധകമാണ്. ചൈന നേരിടുന്ന പല പ്രശ്നങ്ങളിലും വളരെ സിവിയറാണ്. തായ്വാൻ തൻ്റെ പ്രദേശമാണെന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥ ചൈന തായ്വാനാണെന്ന് പറഞ്ഞ് അതിന് മുകളിൽ നടത്തുന്ന ഭീഷണി പലപ്പോഴും അത് നിയന്ത്രണാതീതമായിട്ട് മാറാറുണ്ട്. ചൈന നിർമ്മിച്ചെടുത്ത ജനങ്ങളെ നിരീക്ഷിക്കാനുള്ള സർവൈലൻസ് സിസ്റ്റം ലോകത്തെ പല ഗവൺമെൻറ്റുകളും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ചൈനയെപ്പോലെ ജനങ്ങളെ പൂർണ്ണമായും നിരീക്ഷിക്കാൻ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇനി ചൈനയുടെ റീസെൻ്റ് ആയിട്ടുള്ള ഗ്രോത്തുകളെ കുറിച്ച് പറയുമ്പോൾ ടിയാൻമെൻ സ്ക്വയറിൽ നടന്ന കൂട്ടക്കുരുതി, ടാങ്കറുകൾ കയറ്റി ജനാധിപത്യത്തിന് വേണ്ടി വാദിച്ചവരെ കൊന്ന സംഭവം നമ്മുടെ മുന്നിലുണ്ട്. ഉയ്ഗൂർ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം ജനവിഭാഗങ്ങളുടെ മതവിശ്വാസത്തെ അടിച്ചമർത്താൻ വേണ്ടി ക്യാമ്പുകൾ നിർമ്മിക്കുകയും അവിടെ പ്രത്യേകം സർവേലൻസ് സിസ്റ്റം വെച്ച പ്രശ്നമുണ്ട്. ചുറ്റുപാടുമുള്ള ഒരുപാട് രാജ്യങ്ങളുമായിട്ട് അതിർത്തി തർക്കമുള്ളൊരു രാജ്യമാണ് ചൈന. ലോകത്തെ ഏറ്റവും കൂടുതൽ അതിർത്തി തർക്കങ്ങളുള്ളത് ചൈനയ്ക്കാണ്. ചൈനയുടെ എല്ലാ രാജ്യങ്ങളുമായിട്ട് അവർക്ക് പ്രശ്നമുണ്ട്. മാത്രമല്ല, ഇന്ത്യയുടെ ഗാൽവാൻ താഴ്വരയിൽ ഉണ്ടായ ക്രൂരമായിട്ടുള്ള പ്രവർത്തനങ്ങളും റീസെൻ്റായിട്ട് ഇന്ത്യയുമായിട്ടുള്ള പല പ്രശ്നങ്ങളും ചൈനയ്ക്ക് ഉണ്ടാകുന്നതായിട്ട് കാണാൻ കഴിയും. മോറോവർ, റഷ്യയുമായിട്ട് ചേർന്നൊരു സോഫ്റ്റ് പവറായിട്ട് നിൽക്കാനും റഷ്യയുടെ പഴയ സോവിയറ്റ് ടെക്നോളജി കൈക്കലാക്കാനുമുള്ള ശ്രമങ്ങളും ചൈന കാണിക്കുന്നതായി കാണാം. പക്ഷേ 1990-കൾക്ക് ശേഷം അമേരിക്കയിൽ പോയി പഠിച്ച പല ചൈനീസ് സ്റ്റുഡൻസും സ്വന്തം രാജ്യത്ത് വന്ന് സ്വന്തമായൊരു സ്പേസ് ഏജൻസി ഉണ്ടാക്കുകയും അതിലൂടെ സ്വന്തമായിട്ട് മനുഷ്യനെ സ്പേസിലെത്തിക്കുകയും സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കുകയും
അതുപോലെ ചൊവ്വയെയും ചന്ദ്രനെയും കീഴടക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഇന്ന് ഏത് സ്പേസ് ഏജൻസി എടുത്താലും ഏറ്റവും യങ്ങറായിട്ടുള്ള ആളുകൾ കാണുന്നത് ചൈനയുടെ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിലാണ് എന്ന് കാണാം. ടിബറ്റിനെ കീഴടക്കി അവിടുത്തെ ജനവിഭാഗങ്ങളെ ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് മണ്ടാരിൻ അടിച്ചേൽപ്പിക്കുന്നതും മറ്റ് കൾച്ചറലായിട്ടുള്ള ഇൻവേഷനും അവർ പല ഭാഗങ്ങളിലും നടത്തുന്ന അതിക്രമങ്ങളും ഒക്കെ തന്നെ ഭീഷണി തന്നെയാണ്. എങ്കിലും അവരുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ലോകത്തെ സൂപ്പർ പവർ ആവുക എന്നുള്ളതാണ്. പക്ഷേ അത് ജനാധിപത്യപരമല്ല, മനുഷ്യത്വപരമല്ല. എന്നാൽ അവരുടെ രീതി എക്കാലവും അവരെ മുന്നോട്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ അവരത് അടിച്ചമർത്തുക മാത്രമല്ല, അതുമായിട്ട് ചർച്ച ചെയ്യുന്നവരോട് പറയുന്നൊരു കാര്യമുണ്ട്. അതായത്, നിങ്ങൾ മറക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, രാഷ്ട്രീയ സ്വാതന്ത്ര്യം. ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് തരും. ജോലി, പണം, ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റൽ, ലേറ്റസ്റ്റ് ടെക്നോളജി, ആഡംബരം. പക്ഷേ ഒറ്റ കാര്യത്തിൽ നിങ്ങൾ മിണ്ടാൻ പാടില്ല. അത് നിങ്ങൾക്ക് ജനാധിപത്യപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കില്ല എന്ന് മാത്രമാണ്. അങ്ങനെ നിങ്ങൾ കൂടെ നിൽക്കാമെങ്കിൽ ചൈനയെ ഒരു സൂപ്പർ പവർ ആക്കാനും ഏറ്റവും വലിയ ലോകശക്തിയാക്കാനും തങ്ങൾക്ക് കഴിയുമെന്നാണ് അവിടുത്തെ ഗവൺമെൻറ് പറയുന്നത്. സോ ഇതൊരു മിക്സഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ചൈന എങ്ങനെ വളർന്നു എന്നുള്ള അത്ഭുതമാണ്. പക്ഷേ വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ ചൈന കാണിക്കുന്ന ക്രൂരതകൾ ചില്ലറയല്ല. മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ.